ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാമേ. ഇതാണത് ബ്രോ. ഇങ്ങനെ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ കടയിൽ നിന്ന് അടിച്ചിരുന്ന ഒരു ബലനാണ്, ഓൾഡ് ടൈപ്പ് ബലൻ. അപ്പോൾ അത് അടിച്ച ടൈമിൽ ഇങ്ങനത്തെ ഒരു ഫോൾട്ട് കാണിച്ചു. അതെന്താ കാരണം വരാമെന്നുള്ള ഐഡിയ ഉണ്ടാവും. കുറേ വട്ടം അതേപോലെ കട്ട് ചെയ്ത് പിന്നെ ഒന്ന് ഫിനിഷാക്കി അടിച്ചിട്ടും പിന്നെ ഇങ്ങനെ തന്നെ കാണിക്കുന്നത്. പ്രൈമറൊക്കെ അടിച്ചു വിടും, പക്ഷെ ഇങ്ങനെ ഒരു വിഷയം കാണിക്കുന്നത് അതെന്താ കാരണം എന്താണെന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ പറഞ്ഞിരുന്നു. ഇതും ഒരു പെയിന്റ് ബെഡ്സ് ആണ്. ഈ ഒരു ഡിഫൻസിന്റെ പേരാണ് ബ്രിംഗ്ലിംഗ്. ഹലോ ഗൈസ്, വെൽക്കം ടു സ്പ്രൈഗർ ഓട്ടോമോട്ടീവ് പെയിന്റ് ബെഡ്സ് പാർട്ട് 9. നമ്മുടെ നാട്ടിൽ പറയുന്നത് ചിരിപ്പ്, അല്ലെങ്കിൽ ചുളുങ്ങിപ്പോയി, ചുരുങ്ങിപ്പോയി, അല്ലെങ്കിൽ ചിലന്തി വില, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെ കാരണം കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു റോങ് മിക്സിംഗ് റേഷ്യോ, അതായത് അളവിൽ കൂടുതൽ ടിന്നറോ അളവിൽ കൂടുതൽ ഹാർഡനറോ മിക്സ് ചെയ്താൽ ഈ ഒരു കംപ്ലൈന്റ് കാണിക്കും. പിന്നെ മുന്നേ ചെയ്തിരിക്കുന്ന പെയിന്റിംഗ് വർക്ക് ലോ ക്വാളിറ്റി വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉറപ്പായിട്ടും കാണിക്കും. അത് കഴിഞ്ഞ് പെയിന്റ് തിക്നെസ് കൂടിയാൽ, അതായത് ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഒരേ പാനലിൽ തന്നെ 6ഉം 7ഉം പ്രാവശ്യമൊക്കെ വെറുതെ പെയിന്റ് അടിച്ച് കയറ്റുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കംപ്ലൈന്റ് കാണിക്കും. മാക്സിമം 2 ക്വാളിറ്റി തന്നെ നിർത്താൻ ശ്രമിക്കുക. പിന്നെ മഴക്കാലത്താണ് ഇതുപോലെയുള്ള കംപ്ലൈൻറ്റ്സ് ഒരുപാടായി ഉണ്ടാകുന്നത്. അഥവാ ഈ ഒരു രീതിക്കാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പെയിന്റ് മൊത്തത്തിൽ ഇളക്കളയേണ്ട അവസ്ഥ നമുക്ക് ഒരുപാട് ഉണ്ടാകാറുണ്ട്. അല്ലാതെ ഉണ്ടാകുന്ന സിറ്റുവേഷനുണ്ട്. അതായത് ചെറിയ രീതിക്ക് ഉണ്ടായി എന്നുണ്ടെങ്കിൽ 1-2 ഉടായ്പ വഴിയിലൂടെ അത് മാറ്റിയെടുക്കാം. അതായത് ഈ ഒരു രീതിക്കാണ് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് 400, 600, 800 എന്നീ സാൻഡ് പേപ്പറിലേക്ക് നല്ല രീതിക്ക് സാൻഡ് ചെയ്യുക. അതിനുശേഷം 2K പ്രൈമർ എന്തായാലും അപ്ലൈ ചെയ്യുക. നല്ലപോലെ ഉണങ്ങാൻ സമയം കൊടുക്കുക. ദെൻ വീണ്ടും പെയിന്റ് അപ്ലൈ ചെയ്യുക. നമ്മുടെ ഈ ഒരു പെയിന്റിംഗ് എന്ന് പറഞ്ഞാലേ എടുപിടിയെന്ന് ചെയ്യുന്ന ഒരു കാര്യമേ അല്ല. അത് ആദ്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് അത്രത്തോളം സമയം കിട്ടിയാൽ മാത്രമേ ആ ഒരു വർക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ ഇടയിൽ തന്നെ ഒരുപാടധികം കംപ്ലൈൻറ്റ്സ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ കംപ്ലൈൻറ്റ്സ് എല്ലാം ഉണ്ടായി അത് ക്ലിയർ ചെയ്ത് പോയി മാത്രമേ ഈ ഒരു മേഖലയിൽ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ.